ഞാൻ രാജീവ് ഇതിനകത്ത് ഈ പാർട്ടി സഖാക്കൾക്കിടയിൽ ഉണ്ടായിരുന്ന ചില സംശയങ്ങളും അവർ പങ്കുവെച്ച ചില ആശയങ്ങളിൽ ഒരു കാര്യം എനിക്ക് സംശയം അങ്ങയോട് ചോദിക്കാനുള്ളത്, ഈ സീതാറാം വരുന്നൊരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥയുടെ മൂശയിൽ നിന്നാണല്ലോ. അന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകിച്ച് SFIയുടെ ദേശീയ തലത്തിലേക്ക് സംസ്ഥാന പദവികളൊന്നുമില്ലാതെ നേരിട്ട് ദേശീയ പദവിയിലേക്ക് അദ്ദേഹം എത്തുകയാണ്. അതും ഏറ്റവും പ്രായം കുറഞ്ഞ കാലഘട്ടത്തിൽ. അന്ന് ഞാൻ കേട്ടിരിക്കുന്നത് ഇദ്ദേഹത്തെ വലിയ രീതിയിൽ സ്വാധീനിച്ചത് പശ്ചിമ ബംഗാളിലെ ഏതൊരു മനുഷ്യനെയും നമ്മൾ സ്വാധീനിക്കാൻ ശേഷിയുള്ളത് അക്കാലഘട്ടങ്ങളിൽ ബംഗാളിൻ്റെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമാണ്, അതല്ലെങ്കിൽ കേരളത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമാണ്. പക്ഷേ ഈ JPയുടെ ആശയങ്ങളിൽ, പ്രത്യേകിച്ച് നവനിർമ്മാണ സിദ്ധാന്ത ആശയങ്ങളിൽ അദ്ദേഹം വളരെ ആകൃഷ്ടനായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പിൽക്കാലത്ത് അദ്ദേഹത്തിന് ഈ UPA ആണെങ്കിലും ശരി, യുണൈറ്റഡ് ഫ്രണ്ട് ആണെങ്കിലും ശരി, കൂട്ടുകക്ഷി രാഷ്ട്രീയമാണെങ്കിലും ശരി, വിവിധ ഘടകകക്ഷികളെ ഈ ഇടതിൻ്റെ ചേരിയിലേക്ക് അടുപ്പിക്കാൻ സഹായിച്ചത് ഈ JPയുമായിട്ടുള്ളൊരു പരിചയമായിരുന്നു. എനിക്കൊരു സംശയമുണ്ട്, കാരണം അങ്ങനെ കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. എന്നാൽ JPയുമായി മാത്രമല്ല, എനിക്ക് തോന്നുന്നു അദ്ദേഹം ആ ചെറുപ്രായത്തിൽ തന്നെ അത്തരത്തിലുള്ള ആശയഗതികളും അതുപോലെ നേതൃത്വവുമായിട്ടൊക്കെ അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു. ആ കൊടുക്കൽ വാങ്ങലുകൾ അദ്ദേഹത്തെ രൂപപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ മാർക്സിസത്തിൽ ആകൃഷ്ടനായിരിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള പുതിയ പ്രയോഗ രീതികൾ ഇപ്പോൾ നോക്കൂ, ഞാൻ മുംബൈയിൽ അദ്ദേഹത്തോടൊന്നിച്ചാണ് ഞാൻ ലോക സോഷ്യൽ ഫോറത്തിൽ പങ്കെടുത്തത്. അന്ന് അത് വേണോ വേണ്ടയോ, അതൊരു ഇടതുപക്ഷ വിരുദ്ധതയല്ലേ എന്നൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഘട്ടത്തിലാണ് സീതാറാമിനൊപ്പമാണ് ഞാൻ WSF മുംബൈയിൽ നടന്നപ്പോൾ പങ്കെടുത്തത്. അപ്പോൾ അതിലെല്ലാം അവതരിപ്പിച്ച ആശയങ്ങൾ ഈ പറഞ്ഞ ഒരു വിശാലമായ, നേരത്തെ അരുൺ സൂചിപ്പിച്ച് തന്നെയാണ് എൻ്റെ പ്രധാനം, ഇന്ത്യയുടെ സാഹചര്യത്തിൻ്റെ മനസ്സിലാക്കി ആ സമസ്യകൾക്ക് ഉത്തരം കണ്ടെത്താൻ എങ്ങനെ മാർക്സിസത്തെ പ്രയോഗിക്കാൻ കഴിയും, അതിനനുസരിച്ച് രൂപങ്ങൾ എങ്ങനെ ആവിഷ്കരിക്കാൻ കഴിയും, അതിൽ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഈ സ്വീകാര്യതയെക്കുറിച്ച് പറഞ്ഞല്ലോ, ഞാനതാ പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ പാർലമെൻറ്റിൽ തന്നെ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ എല്ലാവരും യോജിപ്പിക്കേണ്ടി വരുന്ന ഘട്ടത്തിൽ എല്ലാവരും തിരയുന്ന ഒരാളെ ആയിരിക്കും. ഞാനൊക്കെ പാർലമെൻറ്റിൽ ഉള്ള സന്ദർഭത്തിൽ ഇപ്പോഴത്തെ ഭരണ സംവിധാനം വന്ന 2014-15 ആ ഒരു വർഷം ഞാൻ പാർലമെൻറ്റിൻ്റെ അവസാന കാലമായിരുന്നു. ആ ഘട്ടത്തിൽ ചിലപ്പോൾ ഗുലാം നബി ആസാദാണ് LOP, അദ്ദേഹം വന്നിട്ട് വേറെ സിത എന്ന് ചോദിക്കും. കാരണം അപ്പോൾ എല്ലാവരും യോജിപ്പിക്കണം, എല്ലാവരുമായി സംസാരിക്കാൻ ഇദ്ദേഹത്തിന് മാത്രമേ കഴിയുള്ളൂ. ഇദ്ദേഹത്തിന് എല്ലാവരുടെ അടുത്തും സ്വീകാര്യതയും, ഭരണപക്ഷത്താകാം പ്രതിപക്ഷത്താകാം, കീരിയും പാമ്പും മൂലം വെക്കുന്ന ആളുകളാകാം, അവരോട് ഒന്നിച്ച് സംസാരിക്കാനായിട്ട് അവർ ഒന്നിച്ചിരുത്താൻ കഴിയുന്ന ഒരാൾ സീതാറാമായിരുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അത് എനിക്ക് തോന്നുന്നു 2014 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷമുള്ള പ്രസിഡന്റിൻ്റെ നയപ്രഖ്യാപനത്തിൽ ഓർക്കുന്നുണ്ടാകുമല്ലോ, നന്ദി പ്രമേയം അവതരിപ്പിച്ചു. സീതാറാമും ഞാനും ചേർന്നാണ് ഒരു ഭേദഗതി കൊണ്ടുവരുന്നത്, അഴിമതി പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നില്ല. ആ പ്രമേയം ചരിത്രത്തിൽ ആദ്യമായി ഒരു നന്ദി പ്രമേയം ത്തിനുള്ള ഭേദഗതി വോട്ടിനിട്ടെന്ന് രാജ്യസഭ പാസ്സാക്കിയുണ്ടായി. അപ്പോൾ പാർലമെൻറ്റ് സംവിധാനത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രയോഗിക്കുന്നതിൽ അദ്ദേഹത്തോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞ കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് അദ്ദേഹം ഞാൻ വിടവാങ്ങിയപ്പോൾ പുറത്ത് നടന്ന പ്രസംഗത്തിൽ പറഞ്ഞ് ഞങ്ങൾ റൊണാൾഡിനെയോ പോലെയോ അല്ലെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയോ മെസ്സിയെ പോലെയോ പരസ്പരം ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്താണ് പാർലമെൻറ്റ് പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാൻ അദ്ദേഹത്തെ കഴിഞ്ഞിരുന്നു, എല്ലാവരുടെയും വിശ്വാസ്യതയും നേടാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതാണ് സീതാറാമിൻ്റെ മനുഷ്യ P. രാജീവ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ മുന്നണിയുടെ ഒരു തുടക്കക്കാരൻ കൂടിയായിരുന്നല്ലോ ഇദ്ദേഹം. പ്രത്യേകിച്ച് ഒരു പക്ഷേ യുണൈറ്റഡ് ഫ്രണ്ട് ഉണ്ടാവുന്ന സമയത്തെയോ അല്ലെങ്കിൽ UPയുടെയോ സാഹചര്യത്തെക്കാൾ അതിരൂക്ഷമായൊരു സാഹചര്യത്തിലൂടെ രാജ്യം കടന്നു പോകുമ്പോൾ അത്രമേൽ പ്രത്യയശാസ്ത്ര വ്യക്തതയില്ലെങ്കിൽ പലപ്പോഴും പല ട്രാപ്പുകളിലും അണികൾ പോയി വീഴും. അദ്ദേഹം തന്നെ സഭയിൽ പ്രസംഗിച്ചിരിക്കുന്നതിനെക്കുറിച്ച് പലരും എഴുതി കണ്ടത്, എൻ്റെ പേരിൽ സീതയുണ്ട്, എൻ്റെ പേരിൽ റാമുണ്ട്, ഞാൻ വേദവും ഉപനിഷത്തുകളുമൊക്കെ പഠിച്ചാണ് കമ്മ്യൂണിസ്റ്റ് ആയത് എന്ന് ആർജവത്തോടുകൂടി പറയുകയും അത് കേവലം റെട്ടറിക് അല്ലാതെ അദ്ദേഹത്തിനത് പറഞ്ഞ് വിശദീകരിക്കാൻ കഴിയുകയും ചെയ്യുമായിരുന്നു. അങ്ങനൊരു നേതാവിനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് സാംസ്കാരികമായ ദേശീയതയെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആശയങ്ങൾ വ്യക്തമായിട്ടും ഉപയോഗിച്ച് പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു നേതാവ്. ബാക്കിയുള്ള ഒരുപാട് സൈദ്ധാന്തികമായ പ്രയോഗങ്ങളൊക്കെ നടത്താൻ കഴിയുന്ന ബുദ്ധിജീവികൾ നമ്മുടെ നാട്ടിലുണ്ടാവാം, പക്ഷേ അത് സാധാരണക്കാരന് കൂടി മനസ്സിലാവുന്ന രീതിയിൽ അത് വിശദീകരിക്കാൻ കഴിഞ്ഞു എന്നതല്ലേ സീതാറാം യെച്ചൂരിയെ വ്യത്യസ്തനാക്കുന്നതും ആ നഷ്ടം വലുതാക്കുന്നതും. അത് വളരെ ശരിയാണ്. ഇപ്പോൾ ഇന്ത്യയുടെ ഒരു സാംസ്കാരിക പശ്ചാത്തലം
അതിൻ്റെ ചരിത്രപരമായ വികാസം, ഇതെല്ലാം മനസ്സിലാക്കി എവിടെ എപ്പോൾ എങ്ങനെ ഏത് രൂപത്തിൽ അവതരിപ്പിക്കണമെന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. ഒരു പാർലമെൻറ്റിൽ പ്രസംഗിക്കുക എന്നുള്ളത് ഒരു അത്യാവശ്യം കാര്യങ്ങളെല്ലാം നോട്ട് തയ്യാറാക്കി അത്യാവശ്യം പ്രസംഗിക്കാൻ കഴിയുന്ന ഏതൊരാൾക്കും പാർലമെൻറ്റിലോ നിയമസഭയിലോ പ്രസംഗിക്കാം. പക്ഷെ നിങ്ങൾ ഓരോ സമയത്ത് എങ്ങനെ ഇടപെടുന്നു, ആ ചട്ടങ്ങൾക്കകത്ത് നിന്ന് കൃത്യം സമയത്ത് മർമ്മത്തെ എങ്ങനെ അടിക്കാൻ പറ്റുന്നു, ഇതാണല്ലോ പ്രത്യേകത. ഈ പറഞ്ഞ പോലെയുള്ള അരുൺ പറഞ്ഞ ഞാൻ സീതയും രാമനും എന്നിലുണ്ട്, നിങ്ങൾ ആരെങ്കിലും അതിലുണ്ടോ എന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യം. പിന്നെ രാമായണത്തിന് എങ്ങനെ വ്യത്യസ്തമായ വെർഷനുകൾ വന്നു. ഇപ്പോൾ ഓണം, കേരളത്തിൽ ഓണം എങ്ങനെയാണ്, ഇവിടെ മഹാബലി വരുമ്പോൾ മറ്റു സ്ഥലത്ത് എങ്ങനെ വാമനനെ ആദരിക്കുന്നു, ഇങ്ങനെയുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിൽ എങ്ങനെ വൈവിധ്യങ്ങൾ വിൽക്കുന്നു, വിശ്വാസങ്ങളെ ബന്ധപ്പെട്ട വൈവിധ്യങ്ങൾ എങ്ങനെ വിൽക്കുന്നു, വിശ്വാസ സമൂഹവുമായിട്ട് എങ്ങനെയാണ് വിൽക്കുന്നത്, അതിനോടുള്ള കണക്ട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് ശരിയായ രൂപത്തിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. വിശ്വാസത്തെ എങ്ങനെ വർഗീയതയിൽ നിന്ന് വേർതിരിക്കാം, അതെല്ലാം എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. അതിലെല്ലാം ഇപ്പോൾ സാമ്പത്തിക പ്രശ്നമാകാം, അല്ലെങ്കിൽ ചരിത്ര പ്രശ്നമാകാം, നമ്മുടെ സാംസ്കാരിക പൈതൃകവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാകാം, ഇതിലെല്ലാം അദ്ദേഹത്തിന് ആഴത്തിലുള്ള അറിവുണ്ടായിരുന്നു. ആ അറിവ് കൃത്യമായി ഇന്നത്തെ കാലവുമായി കണക്ട് ചെയ്യാൻ പറ്റും. അതിലാണ് സീതാറാമിൻ്റെ ഒരു പ്രത്യേകമായ കാര്യം. നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് ഇപ്പോഴത്തെ ഒരു കണക്ട് ഉണ്ടല്ലോ, ആ കണക്ട് കൃത്യസമയത്ത് അദ്ദേഹത്തിലേക്ക് വരും. ഇപ്പം അംബേദ്കറുടെ തന്നെ 1 man 1 vote ഈക്വൽ വാല്യൂ എന്നുള്ളത് അദ്ദേഹം എത്രയോ മനോഹരമായി പാർലമെൻറ്റിലേക്ക് പ്രസംഗിക്കുമ്പോൾ ഞാൻ അന്നാണ് ആദ്യം അതിൻ്റെ ഒരു പ്രത്യേക മാനങ്ങൾ ശ്രദ്ധിച്ചത്. ഇതെല്ലാം തന്നെ നമുക്ക് സീതാറാമിൽ കാണാൻ കഴിയുന്ന ഗുണങ്ങളാണ്.